ഇന്ന് നമ്മുടെ കാശ്മീരിൽ വധിക്കപ്പെട്ട 26 പേരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കൂടിയിട്ടുള്ള മീറ്റിംഗാണ്. നമ്മുടെ മീറ്റിംഗിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാൻ പ്രിയപ്പെട്ട നമസ്കാരം. നമുക്കറിയാം, കാശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരവാദി ആക്രമണത്തിൽ നമ്മളുടെ സഹോദരങ്ങളും ഭാരതീയരായിട്ടുള്ള നമ്മളുടെ കൂടപ്പിറപ്പുകളാണ് 28 പേരാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടത്. ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തുകയും ഇവിടെ ഒരു പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്യുന്ന ചടങ്ങാണ് നമ്മൾ വ്യാപാരികൾ ഇവിടെ ചെയ്യുന്നത്. വ്യാപാരികൾ ഒറ്റക്കെട്ടാണെന്നും ഭാരതീയർ എല്ലാവരും സഹോദരങ്ങളാണെന്നും തെളിയിക്കുന്ന പല പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു വലിയ പരിപാടി നമ്മൾ ഇന്നിവിടെ പ്രതിജ്ഞ ചൊല്ലി നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് അറിയിക്കാൻ വേണ്ടി നമുക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും ഞാൻ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി, നമ്മുടെ പ്രസിഡന്റ് ഗജാൻജി, എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ കാശ്മീരിൽ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു പ്രാപിച്ചത്. അവരൊരിക്കലും അതിന് അർഹരായിരുന്നില്ല, ഇങ്ങനൊരു സംഭവത്തിന് ഇരയാവേണ്ടവരായിരുന്നില്ല. നിർഭാഗ്യവശാൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് നമ്മുടെ ഇന്ത്യയിലോട്ട് കയറി ആക്രമിച്ചതിന് തീർച്ചയായും പാകിസ്ഥാൻ ഒരു നല്ല പ്രഹരം അറിയിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ നമ്മുടെ ഇന്ത്യയിലെ സൈന്യം റെഡിയായിട്ടുണ്ട്, അതിനവര് തയ്യാറാണ്. എന്നിരുന്നാലും ഈ സമയത്ത് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളോടും നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു ഭീകര വിമുക്ത രാജ്യമായി ഇന്ത്യയെ മാറ്റാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികൾക്ക് നമുക്ക് നിൽക്കാം. നമുക്ക് അതിനായി നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നിട്ടുള്ള ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ആദരാഞ്ജലികൾ നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി അർപ്പിക്കാം. ആ പ്രതിജ്ഞ ചൊല്ലുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ക്ഷണിക്കുന്നു. നിങ്ങൾ എല്ലാവരും കയ്യിൽ തന്നിട്ടുള്ള ആ മെഴുതിൽ എല്ലാവരും പൊക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാം. വലത് കൈ അതുപോലെ ഇങ്ങനെ പൊക്കി ഉയർത്തി നമുക്ക് പ്രതിജ്ഞ എടുക്കാം. സെക്രട്ടറി പ്രതിജ്ഞ പുറത്തു പാടിക്കാം. ഭാരതാംബയുടെ ശിരസായ കാശ്മീരിലെ പെഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരരുടെ നേതൃത്വത്തിൽ നടന്ന ഭീകരാക്രമണത്തെ ഞാൻ അതിശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. ഈ ആക്രമണത്തെ ഞാൻ എന്റെ രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണമായി കാണുന്നു. ഈ ആക്രമണത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുവാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഭാരതത്തിന്റെ കരുത്ത് എന്നുള്ളത് 140 കോടി ജനങ്ങളുടെ കരുത്താണ്, ആത്മാഭിമാനമാണ്. ഞാൻ ഈ അവസരത്തിൽ എന്റെ രാജ്യത്തിനൊപ്പം പൂർണ്ണമായി ഉറച്ചു നിൽക്കും എന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഏവർക്കും നന്ദി അർപ്പിക്കാനായിട്ട് നമ്മുടെ സെക്രട്ടറി തന്നെ ഏൽപ്പിക്കുന്നു. സെക്രട്ടറി ഒരുപാട് താങ്ക്സ്. ഓക്കെ, അപ്പോ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നമ്മളുടെ യൂണിറ്റിന്റെ പേരിലും നമ്മളുടെ കേരള വ്യാപാര വ്യവസായ യോഗ സമിതിയുടെ പേരിലും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ശ്രദ്ധാഞ്ജലി